നിങ്ങളുടെ ശരീരത്തെ പോലും സ്വയം സംരക്ഷിക്കാനാകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പറയാൻ കഴിയുമോ? നാളെ ഒരു പ്രതിസന്ധി വന്നാൽ ഭക്ഷണത്തിലും ആരോഗ്യത്തിലും നിങ്ങൾ എത്രത്തോളം സ്വാശ്രയരാണ്? ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്. ഫിസിക്കൽ സെൽഫ് റിലയൻസ് ബിൽഡ് സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി ആൻഡ് റെസിലിയൻസ് ഇൻ ലൈഫ്. ശാരീരിക സ്വാശ്രയത്വം സ്വന്തം ശരീരത്തെയും അടിസ്ഥാന ആവശ്യങ്ങളെയും സ്വന്തം പരിശ്രമവും കഴിവും കൊണ്ട് പരിപാലിക്കുവാനുള്ള ശേഷിയാണ് ശാരീരിക സ്വാശ്രയത്വം. ഭക്ഷണം, ആരോഗ്യം, ചലനം, ദൈനംദിന ആവശ്യങ്ങൾ എന്നിവയിൽ നിസ്സഹായരാകാതെ പരാശ്രിതരാകാതെ നിലനിൽക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ശരീരം സുസ്ഥിരമായാൽ ഭയവും ആശ്രയത്വവും കുറയുകയും പ്രതിസന്ധികളെ ശക്തിയോടെ അതിജീവിക്കാൻ കഴിയുകയും മനസ്സും ജീവിതവും സുസ്ഥിരമാവുകയും ചെയ്യും. ആരോഗ്യ ഭക്ഷണം തയ്യാറാക്കൽ, സാധ്യമായ പച്ചക്കറികൾ വളർത്തൽ, ശുചിത്വം പാലിക്കൽ, പ്രാഥമിക ശുശ്രൂഷ അറിയൽ, ശരീര സൂചനകൾ മനസ്സിലാക്കൽ, മിതമായ വ്യായാമം ചെയ്യൽ, ഉറക്കം ക്രമപ്പെടുത്തൽ, അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ പരിശീലിക്കൽ, നിയന്ത്രിതവും ബോധപൂർവമായ ജീവിതം നയിക്കൽ എന്നിവ ഇതിന്റെ അടിസ്ഥാന കഴിവുകളാണ്. കൂടാതെ ശരീരബോധം വളർത്തൽ, രോഗപ്രതിരോധ ജീവിതശൈലി സ്വീകരിക്കൽ, പ്രാദേശിക വിഭവങ്ങളെ അറിയൽ, ആവശ്യവും ആഡംബരവും തിരിച്ചറിയൽ, ശരീര മനോബന്ധം ബോധ്യമാകൽ, ദിനചര്യയെ സ്വയം പരിശോധിച്ച് തിരുത്തൽ എന്നിവയും പ്രധാനമാണ്. ഇവ പരാശ്രയത്വവും നിസ്സഹായതയും കുറച്ച് ആത്മവിശ്വാസവും പ്രതിസന്ധി നേരിടാനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. സ്വാശ്രയത്വം എന്ന ഒരു വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടുള്ള ഒരു പരമ്പരയിലൂടെ നമ്മൾ ഇന്നലെ മുതൽ യാത്ര ചെയ്തു വരികയാണ്. സ്വാശ്രയത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ശരീരത്തിന്റെ സ്വാശ്രയത്വമാണ്. ശരീരത്തിന്റെ നില കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാനാവില്ല. അതിന്റെ പരിചരണം ഒരു എക്സ്റ്റേണൽ ഏജൻസിക്കാണെങ്കിലോ ആ ഏജൻസി അവൈലബിൾ അല്ലാത്ത സമയത്തെല്ലാം തന്നെ ഈ വ്യവസ്ഥ കേടുവന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ജനിച്ചു വീഴുന്ന ഈ ലോകത്ത് ആശുപത്രിയും ലോകമെമ്പാടും വലിയൊരു സംവിധാനവും ഇങ്ങനെ നിലനിന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നിലനിർത്താൻ അവരെല്ലാം ശ്രമിച്ചുകൊള്ളും, അവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊള്ളും എന്നുള്ള വിശ്വാസം നമ്മൾ ജീവിക്കുന്നത്. യുദ്ധം തുടങ്ങി, വില കുത്തനെ കുതിച്ചു കയറും. ഇനി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയിൽ സ്വന്തം ശരീരത്തിന് ഒരു ചെറിയ കേട് പറ്റിയാൽ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് ആശുപത്രിയാണ്. നമ്മുടെ ഭക്ഷണത്തിന് ആശ്രയിക്കേണ്ടി വരുന്നത് വിപണിയെയാണ്. നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആശ്രയിക്കേണ്ടി വരുന്നത് സൈക്കോളജിസ്റ്റിനെയാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഏത് കാര്യത്തിനാണ്, സ്വന്തം എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ മനസ്സിന്റെ ഒക്കെ കാര്യത്തിന് നമ്മൾ വെളിയിലൊരു ഏജൻസിയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. ശരിക്കും സ്വാശ്രയത്വം എന്ന് പറയുന്നത് എന്താണ്? സ്വയം ആശ്രയിക്കലാണ്, അല്ലെ? സ്വന്തം ശരീരത്തെയും അടിസ്ഥാന ആവശ്യങ്ങളെയും സ്വന്തം പരിശ്രമവും കഴിവും കൊണ്ട് പരിപാലിക്കാനുള്ള ശേഷിയാണ് ശാരീരിക സ്വാശ്രയത്വം. വെളിയിലൊരു ഏജൻസിയെ ഏൽപ്പിക്കലല്ല. ഇപ്പോ ഒരു ജീവശരീരം, ഒരു മനുഷ്യന്റെ ശരീരം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അയാൾക്ക് ഭക്ഷണം വേണം. ഈ വായു, വെള്ളം, ഭൂമി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഫ്രീലി അവൈലബിൾ ആണെന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഫ്രീ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ആഴത്തിൽ നോക്കേണ്ടതുണ്ട്. അതൊന്നും അതിനുള്ളൊരു സമയമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോ സ്വന്തം പരിശ്രമവും കഴിവും കൊണ്ട് നമ്മളിത് നോക്കുന്ന സമയത്ത് ഭക്ഷണം, നമുക്ക് ചുറ്റും ഭക്ഷണം അവൈലബിൾ ആയിരിക്കണം, അല്ലെ? പ്രകൃതി ഒരു ജീവസത്തയെ ഉരുവാക്കുന്നത് അതിന് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ അതിന്റെ പരിസരത്ത് ഉരുവാക്കി വെച്ചുകൊണ്ടാണ്. ഭക്ഷണ സാധനം ഉരുവാക്കി വെക്കില്ല, ഭക്ഷണം ഉണ്ടാകാനുള്ള സംവിധാനം അവിടെ ചുറ്റുപാടിലും ചെയ്തുകൊണ്ടാണ്
ഒരു സത്തയെ ഒഴിവാക്കുന്നത്. ഇതിന്റെ ഒരു ബാലൻസ് മെക്കാനിസത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സത്ത ഉണ്ടാവുന്നത്. അങ്ങനെ അവസ്ഥ നമുക്കുണ്ടോ ഇവിടെ? നമ്മൾ ഭക്ഷണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുകയും അധ്വാനത്തിലൂടെ നമ്മൾ ഭക്ഷണത്തെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഇപ്പോ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ലാതെ വേറൊരു ഏജൻസി നമ്മുടെ ചുറ്റിൽ എവിടേക്കോ കൊണ്ടുവച്ചിരിക്കുന്നു. നമ്മൾ അവർ പറയുന്ന പണം എന്ന ടൂളിനെ ഒഴിവാക്കി പണം കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് അവൈലബിൾ ആവും. ഈ പണമോ ഇത് വിതരണം ചെയ്യാനുള്ള ഏജൻസികളോ ഇല്ലാതെയായാൽ ഭക്ഷണം എന്നുള്ളത് ഉണ്ടാവില്ല. കാരണം നമ്മുടെ അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് പ്രകൃതിയിൽ നിന്നും ഭക്ഷണം കണ്ടെത്താനുള്ള ശേഷി നമ്മൾ എവിടെയോ വെച്ച് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ നിസ്സഹായരാവുക. നമുക്ക് നിൽക്കാനാവില്ല. ഇപ്പോ പ്രളയം വന്നു കഴിഞ്ഞപ്പോ മറ്റേ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലൊക്കെ ഈ കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള ആസ്തിയുള്ള ആളുകളെല്ലാം പ്ലേറ്റും പിടിച്ച് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. അതൊരു വല്ലാത്ത നിസ്സഹായതയാണ്. ഈ നിസ്സഹായത നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭിക്ഷാപാത്രം പിടിച്ചിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഭിക്ഷയാണ് കിട്ടുന്നത് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഏൺ ചെയ്ത പണം നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുന്നു. നമ്മുടെ പർച്ചേസിംഗ് പവർ എന്നാണ് പറയുക. പർച്ചേസിംഗ് പവർ ഉപയോഗിച്ച് നമ്മളതെല്ലാം ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു മെക്കാനിസം, ആൽഗോരിതം നമ്മൾ ജനിച്ച കാലം മുതൽ പരിചയപ്പെട്ടു വരുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയതല്ല അത്, പക്ഷെ നമ്മൾ ജനിച്ച കാലം മുതൽ പരിചയപ്പെട്ടു വരുന്നുണ്ട്. അപ്പോ നമ്മളിവിടെ പരാശ്രിതരാവുകയാണെന്ന് നമുക്കറിയില്ല. നമ്മളുടെ നിസ്സഹായാവസ്ഥ നമുക്കറിയുന്നില്ല. അപ്പോ അവിടെയെല്ലാം തന്നെ ഈ ഭക്ഷണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ നിസ്സഹായരായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ നിസ്സഹായത മാറ്റി പരാശ്രിതത്വം മാറ്റി പോവുക എന്നുള്ളതാണ് കാര്യം. ഇതിൽ ഭക്ഷണം മാത്രമാണോ? അല്ല, ആരോഗ്യം. ഈ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് നിലനിൽക്കണമെങ്കിൽ ജീവനും ആരോഗ്യവും ഉണ്ടാകണം. ഈ ജീവനും ആരോഗ്യവും ആരുടെ കൺട്രോളിലാണ്? നമ്മുടെ കൺട്രോളിൽ ആയിരിക്കണ്ടേ? ആണോ? നമ്മളെപ്പോഴും അതിന് പരാശ്രിതരാണ്, അല്ലേ? മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റ് വിട്ട് നമ്മൾ ജീവിക്കുന്നു. മറ്റു ജീവജാലങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗൈഡ് ലൈൻ്റെ ആവശ്യമില്ല അവരുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കാൻ. അവർക്കറിയാം. മനുഷ്യനെന്നുള്ളതും അവന്റെ ഇൻസ്റ്റിങ്ക്റ്റ് വിട്ടാണ് ജീവിക്കുന്നത്. നോളജിനെ ബേസ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നോളജ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ആണ് നോളജ് എന്ന് കരുതുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ജനിച്ച കാലം മുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ വൈദ്യരെ കാണുന്ന ഡോക്ടറെ അടുത്ത് പോകണം എന്നുള്ളതാണ്. ഈ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻസി കൊണ്ടുവരുന്നതാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രോഗാണു, കീടാണു എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇത് ശരീരം നിലനിൽക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഒരു മെക്കാനിസമാണ് രോഗമെന്നും ശരീരത്തിന് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ശരീരത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിൽ തടസ്സങ്ങൾ നേരിടുന്ന സമയത്ത് വരുന്ന ഒരവസ്ഥയാണ് രോഗമെന്നും രോഗം ശരീരം ഉണ്ടാക്കുന്നതാണ്, ജീവൻ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയാത്തതുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യത്തിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചലനം എന്നുള്ളത്, ശരീരത്തിന്റെ ചലനം. ശരീരത്തിന്റെ ചലനത്തിന് നമ്മൾ ഒരു യങ് ഏജിലൊന്നും നമ്മൾ ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. പക്ഷെ കുറച്ച് ഏജ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചലനത്തിന് നമ്മൾ ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ദൈനംദിന ആവശ്യങ്ങൾക്ക്, നമ്മുടെ മിക്കവാറും എല്ലാ ദൈനംദിന ആവശ്യങ്ങൾക്കും നമ്മൾ പരാശ്രിതരാണ്. ഇതിലെല്ലാം തന്നെ നമ്മൾ തന്നെ നമ്മളെ സെർവ് ചെയ്യുന്ന ഒരവസ്ഥ. നമ്മുടെ ചുറ്റുമുള്ള മൊത്തം ഈ എന്താ പറയാ മനുഷ്യരെയും കാണാതായാൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുമോ? ഞാൻ ഈ ചോദിക്കുന്നത് ഒരു എന്താ പറയാ നമ്മളെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കാലത്തല്ല എന്ന് മനസ്സിലാക്കുക. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് അറിയാതെ ശങ്കിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ യുദ്ധം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഇത് ചോദിക്കുന്നത്. ആ യുദ്ധത്തിന്റെ കണികകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് ഏതെങ്കിലും തരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശൂന്യമായ ഒരു സ്ഥലത്ത് ശൂന്യതയിൽ നിന്ന് കാര്യങ്ങൾ ഉണ്ടാക്കി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ശരീരം സുസ്ഥിരമാകണം. ശരീരത്തിന്റെ കാര്യങ്ങളെല്ലാം സുസ്ഥിരമാകണം. ശരീരം സുസ്ഥിരമായാൽ ഭയവും ആശ്രയത്വവും കുറയും. ശരീരം സേഫാണ്, സ്ട്രോങ് ആണെന്നിരിക്കട്ടെ. ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഭയം നീങ്ങും. ശരീരത്തിന്റെ ഭയം എന്നുള്ളത് ഒരു ശത്രുവൊന്നുമല്ല. ഭയം എന്നുള്ളത് ശരീരത്തെ രക്ഷിക്കാനുള്ള ഒരു മെക്കാനിസമാണ്, സർവൈവൽ മെക്കാനിസത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഭയമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമുക്ക് ഏറെക്കാലം ജീവിച്ചു പോവുക സാധ്യമല്ല.
ആശ്രയത്വം ഉണ്ടെങ്കിലോ, നമ്മൾ എപ്പോഴും മറ്റൊരാളെ, മറ്റൊരു വ്യക്തിയെ, മറ്റൊരു സംവിധാനത്തെ ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിലോ, ഈ ആശ്രയത്വം ഇല്ലാതാവുന്ന അവസ്ഥയിൽ പിന്നെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വീണ്ടും ഒരു ഭയപ്പാടിലേക്ക് നമ്മൾ നീങ്ങിച്ചെല്ലും. നമുക്ക് ഈ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ പറ്റണം, അല്ലെ? തലയ്ക്ക് മേലെ വെള്ളം വന്നാൽ അതുക്ക് മേലെ തോണി എന്ന് പറയുന്ന രീതിയിൽ നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകാൻ കഴിയണം. അതിന് നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് വർക്ക് ചെയ്യണം. അതിനെന്താണ് വേണ്ടത്? ശരീരത്തിന് ആരോഗ്യം വേണം. നമുക്ക് നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം വേണം. ജ്ഞാനം കൃത്യമായിട്ടുണ്ടാവണം. ഈ ജ്ഞാനം ഷുഡ് ബി ഡ്രിവൺ ബൈ ദ ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മുടെ അകത്തു നിന്നുള്ള ചോദനകളായിരിക്കണം, അല്ലെങ്കിൽ അകത്തു നിന്നുള്ള നമ്മുടെ കൺട്രോൾ ആയിരിക്കണം ഈ നമ്മുടെ കാഴ്ചപ്പാടുകളെ നമുക്ക് പ്രദാനം ചെയ്യേണ്ടത്. അപ്പോ പ്രതിസന്ധികളെ ശക്തിയോടെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ശരീരം സുസ്ഥിരമാകണം. ശരീരം ക്ലിയർ ആണെങ്കിൽ മാത്രമേ, ശരീരം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ പ്രതിസന്ധികളെ ശക്തിയോടെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അവിടെ നമ്മുടെ മനസ്സെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡിറക്ഷനിൽ പോകണം എന്ന് തീരുമാനിക്കുന്ന ആസൂത്രണ സംവിധാനം. ആ മനസ്സ് സസ്റ്റൈനബിൾ ആയിരിക്കും, മനസ്സ് ക്ലിയർ ആയിരിക്കും, അത് സസ്റ്റൈനബിൾ ആയിരിക്കും. മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശങ്കപ്പെടുന്നില്ല. അവിടെ ജീവിതവും സസ്റ്റൈനബിൾ ആവും. അത് ജീവിതം സസ്റ്റൈനബിൾ ആണെങ്കിൽ, മനസ്സ് സസ്റ്റൈനബിൾ ആണെങ്കിൽ, നമുക്ക് സർവൈവൽ സ്കിൽസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഭയമില്ലാതിരിക്കണമെങ്കിൽ, ആശ്രിതത്വം ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യമേ വേണ്ടത് എന്താ വെച്ചാൽ ശരീരത്തിന്റെ സെൽഫ് റിലയൻസ് ആണ്. അപ്പൊ അതിൽ പല കാര്യങ്ങൾ വരും. ഇപ്പൊ ആരോഗ്യത്തോടുള്ള ഭക്ഷണം തയ്യാറാക്കാൻ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും എനിക്കറിയാം എന്ന് വെച്ചാൽ എന്താ, ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്നുള്ളത്. ഭക്ഷണം മണ്ണിൽ നിന്നും ഉരുവാക്കിയെടുക്കാൻ, പൂജ്യത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ അറിയുമോ എന്നുള്ളതാണ് അടിസ്ഥാന ചോദ്യം. ഈ ആരോഗ്യ ഭക്ഷണം തയ്യാറാക്കാൻ, അതായത് ഫ്രം ദ റൂട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ അറിയുമോ? ഇതറിയണം. ആ അറിവുണ്ടെങ്കിലാണ് ശരീരത്തിന് സ്വാശ്രയത്വം വരിക. അപ്പൊ അതിന് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സാധ്യമായ രീതിയിലുള്ള പച്ചക്കറികൾ വളർത്തുക, സാധ്യമായ രീതിയിലുള്ള ഭക്ഷണത്തിന്റെ ഉറവിടം കണ്ടെത്തുക, അല്ലെങ്കിൽ ഉറവിടം ഉണ്ടാക്കിയെടുക്കുക. ഒരു ഉറവിടം ഇല്ലെങ്കിൽ, ശൂന്യസ്ഥലം കിട്ടിയ ശൂന്യതയിൽ നിന്നും പുതുതായിട്ട് ഉരുവാക്കാനുള്ള ശേഷി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ശരിയായ ഭക്ഷണം നമുക്ക് കണ്ടെത്താൻ പറ്റണം, ശരിയായ ഭക്ഷണത്തെ ഉരുവാക്കിയെടുക്കാൻ പറ്റണം. ഇതൊരു ബേസാണ്. ആ ബേസ് ഉണ്ടെങ്കിലേ ബാക്കിയുള്ളത് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ശുചിത്വം പാലിക്കൽ, നമ്മുടെ ശരീരത്തിന്റെ ശുചിത്വം കൃത്യമായിട്ട് പാലിക്കാനുള്ള ബോധം നമുക്കുണ്ടാവണം. ശുചിത്വം പാലിക്കാൻ അറിഞ്ഞാൽ പോരാ, ബോധം നമുക്കുണ്ടാവണം. ഉദാഹരണത്തിന് 3 നേരം കഴിക്കുന്ന ഒരു വ്യക്തി സാധാരണ രീതിയിൽ 1 നേരമാണ് ടോയ്ലറ്റിൽ പോകും. നമ്മുടെ ശീലങ്ങൾ അങ്ങനെയാണ്. 3 നേരം ഭക്ഷണം കഴിക്കുന്ന വ്യക്തി 3 നേരം പോകേണ്ടതല്ലേ? പോകട്ടെ. 2 നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ 2 നേരം പോയിരിക്കും. 1 നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ 2 നേരം പോയിരിക്കും. ശരീരത്തിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് പോലും നമുക്കറിയില്ല. ശരീരത്തിന്റെ വിസർജന പ്രക്രിയ നേരെ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ശരിയായ ചാലകത്വം സംഭവിക്കുമോ? ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലെ ശരീരത്തിന്റെ റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ശരീരത്തിലെ ഓരോ വിസർജന പ്രക്രിയകളും കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ശുചിത്വം പാലിക്കാൻ നമുക്ക് കഴിയണം. സ്വാശ്രയത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. 16 തരം വേഗങ്ങളെ കുറിച്ച് വിദഗ്ധർ പറയുന്നുണ്ട്. ഈ 16 വേഗങ്ങൾ എന്ന് വെച്ചാൽ 16 ശുചിത്വ ധാരകളാണ്. ഇവയിൽ തടസ്സം വരുമ്പോഴാണ് ശരീരം സ്റ്റക്കാവുക. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ തടസ്സം വരുമ്പോൾ നമ്മുടെ ശരീരം അതിനാനുപാതികമായ രീതിയിൽ പ്രവർത്തന കേട് കാണിക്കും. ഈ 16 വേഗങ്ങളും സുഗമമായി കൊണ്ടുപോകുവാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ, അവിടെയാണ് ശുചിത്വം പാലിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ ശരീരത്തെ ഈസി ആയിട്ട് നിലനിർത്താൻ കഴിയുള്ളൂ. ഈ അറിവ്, ഇത് കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത, ഇത് സ്വാശ്രയത്താണ്. നമുക്ക് ചെറിയൊരു കേടോ തട്ടോ മുട്ടോ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മൾ ആരെങ്കിലും കാത്തിരിക്കേണ്ടി വരുന്നൊരവസ്ഥ സ്വാശ്രയത്വമല്ലല്ലോ. ഇത് സ്വയം മെയിൻറ്റെയിൻ ചെയ്യുന്നൊരവസ്ഥ. ഫസ്റ്റ് എയ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ ഒരു മുറിപ്പാട് വന്നാൽ മാത്രമല്ല, ശരീരത്തിന് എന്തെങ്കിലും അസ്വാസ്ഥ്യം വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യണം എന്നറിയാനുള്ള ഒരവസ്ഥ. ആ പ്രാഥമിക ശുശ്രൂഷ അറിയല്, അത് സ്വാശ്രയത്വത്തിന്റെ ഭാഗമാണ്. പിന്നെ ശരീര സൂചനകളെ മനസ്സിലാക്കൽ. ശരീരം പലതരം സൂചനകൾ നമുക്ക് നിരന്തരം തന്നുകൊണ്ടിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ നമുക്ക് നിരന്തരം പല സൂചനകളും തന്നുകൊണ്ടിരിക്കും. ഈ സൂചനകൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്ക് വേണം. എന്ന് വെച്ചാൽ ആരോഗ്യജ്ഞാനം വേണം. പിന്നെ
ഇതെല്ലാം കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ വ്യായാമം വേണം. ശരിയായ വ്യായാമം എന്ന് വെച്ചാൽ ജിമ്മിൽ പോയി മസിൽ പെരുപ്പിക്കുന്ന വ്യായാമമല്ല, മിതമായ വ്യായാമമാണ് വേണ്ടത്. ഊർജ്ജവ്യയം ഉണ്ടാക്കാത്ത രീതിയിലുള്ള വ്യായാമമാണ് വേണ്ടത്. ശരിയായ ഉറക്കം വേണം. ശരിയായ ഉറക്കമില്ലാത്ത ഒരാള് സ്വാശ്രയത്വത്തിലല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അയാളെ കൺട്രോൾ ചെയ്യുന്നത് മറ്റു പലതുമാണ്. ഒന്നുകിൽ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്, അതല്ലെങ്കിൽ അയാളുടെ വ്യാധികൾ അല്ലെങ്കിൽ ആധികൾ, ഏതെങ്കിലും കാര്യങ്ങളാണ് അയാളെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് ഉറക്കമില്ലാത്തത്. സ്വാശ്രയത്വം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് ഉറക്കം ക്രമപ്പെടുത്താൻ കഴിയണം. അതുപോലെ മറ്റൊരു കാര്യമാണ് അയാളുടെ ചുറ്റുമുള്ള ബേസിക് ഗാഡ്ജറ്റ്സ് ഉണ്ടല്ലോ, അയാൾ ഇരിക്കുന്ന എൻവയോൺമെന്റില് അയാളുടെ ബേസിക് ഗാഡ്ജറ്റ്സ് ഉണ്ടല്ലോ, ആ ഗാഡ്ജറ്റ്സും കൂടെ ചേർത്തതാണ് ഇയാളുടെ വ്യക്തിത്വം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ആത്മജ്ഞാനത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ ചുറ്റുപാടുമുള്ള ബേസിക് ഗാഡ്ജറ്റ്സ്, അടിസ്ഥാന ഉപകരണങ്ങൾ, അവ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ജീവിതത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള ശേഷി, ബേസിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ബേസിക് സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് ബേസിക് ആയിട്ട് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നിയന്ത്രിതവും ബോധപൂർവവുമായ ജീവിതം നയിക്കൽ. ഞാൻ എവിടെയാ നിൽക്കുന്നത്, ഞാൻ എപ്പോഴാ നിൽക്കുന്നത്, ഞാൻ എന്തിനാ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ സ്പീഡ് കൂട്ടിയോ കുറച്ചോ ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശേഷി. ഇതൊക്കെ ഈ സെൽഫ് റിലയൻസ് എന്നുള്ള സംഭവം നിലനിർത്താനുള്ള കഴിവുകളാണ്, നമ്മൾ ആർജിക്കേണ്ട ശേഷികളാണ്. അതിനൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടെ വളർത്തിയെടുക്കാണ്. ശരീരബോധം, നമ്മളെ ശരീരത്തെക്കുറിച്ച്, ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു, എന്തൊക്കെയാണ് ഉള്ളത്, അതിനെ എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം, ശരീരബോധം വളർത്തണം. ഈ രോഗപ്രതിരോധ ശേഷി എന്നുള്ള സംഭവം നമ്മൾ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രീഷനും ഇല്ല, പ്രോപ്പറായിട്ടുള്ള മെന്റൽ സ്റ്റേറ്റസും ഇല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു എൻവയോൺമെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ഉണ്ടാവില്ല. രോഗങ്ങൾ, ചെറിയ 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 രോഗാവസ്ഥകളോ അസ്വസ്ഥതകളോ വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനുള്ള ശേഷി ശരീരത്തിന് ഉണ്ടാവണം. ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മുടെ ചുറ്റുമുള്ള ചെടികളെ കാണുമ്പോൾ അതെന്താണെന്ന് അറിയണം. അവ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത്, ജീവജാലങ്ങൾ എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള മറ്റു വിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ ഉപയോഗത്തിന് വേണ്ടിയല്ല, ഇവയുമായിട്ട് എങ്ങനെ സമരസപ്പെട്ടുകൊണ്ട് നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം വേണം. പ്രാദേശിക വിഭവങ്ങൾ അറിയണം. അറിഞ്ഞാൽ മാത്രം പോലെ അവയെല്ലാം ഉപയോഗിക്കുന്നതിൽ ആവശ്യത്തിന് ഉപയോഗിക്കണം, അതിന് ആഡംബരത്തിന് ഉപയോഗിക്കരുത്. നമുക്ക് അല്പം പണമോ സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആഡംബരത്തിനായിട്ട് ഉപയോഗിക്കും. ഈ ആഡംബരത്തിന് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നാമത് റിസോഴ്സ് തീരും, രണ്ടാമത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ജീവിതത്തെയും ബാധിക്കും. അപ്പോൾ അത്യാവശ്യവും ആഡംബരം തിരിച്ചറിയൽ. ഇതുപോലെ തന്നെ ഈ മനസ്സിന് പ്രശ്നം വന്നാൽ ശരീരത്തിന് പ്രശ്നം വരും. ശരീരത്തിന്റെ സ്വാശ്രയത്വം വേണമെങ്കിൽ മനസ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെ അറിഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യൽ, വൈകാരിക ബുദ്ധിയൊക്കെ വൈകാരിക സൗന്ദര്യത്തിലേക്ക് എത്തിച്ച് നിലനിർത്തുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു ദിനചര്യ നമുക്ക് ആവശ്യമാണ്. ആ ദിനചര്യ ഉണ്ടെങ്കിൽ ആ ദിനചര്യ അങ്ങനെ തന്നെയാണോ പോകേണ്ടതെന്നുള്ള ഇടയ്ക്കൊന്ന് പരിശോധിച്ച് തിരുത്തി അതൊന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ പോയാലാണ് നമുക്ക് സ്വാശ്രയത്വം എന്നുള്ള സംഭവം ഉണ്ടാവുക. സ്വാശ്രയത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കുറച്ച് കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി അതോടുകൂടി സ്വാശ്രയത്വം തീർന്നു എന്ന് വിചാരിക്കുന്നത്. ശരീരത്തിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ, മെന്റൽ സ്ട്രക്ചർ, ഫങ്ഷണാലിറ്റി, നമ്മുടെ ചുറ്റുപാട് ഉള്ള വിഭവങ്ങളെ കുറിച്ചുള്ള അറിവ്, ആ കോഗ്നിറ്റീവ് സ്ട്രക്ചർ, നമ്മുടെ എനർജി യൂസ് ചെയ്യുന്ന രീതി, ഇങ്ങനെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന ജീവിതം വെച്ചാൽ എന്റെ ശരീരത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്ന മിക്കവാറും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനോട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയുകയും സ്വയം കൈകാര്യം ചെയ്യും, മറ്റൊരാളെ ആശ്രയിക്കാതെ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സാധ്യമാവുക. സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് അറിയണം, ആരോഗ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളറിയണം, ശരീരം ഒരു സ്വയം നിയന്ത്രണ സംവിധാനമാണെന്ന് അറിയണം. ഈ അറിവിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സ്വാശ്രയത്വം നിലനിർത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിലനിർത്താൻ ഉള്ള പാഠങ്ങളാണ് നമ്മളിപ്പോൾ ഒളിമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വാശ്രയത്വം നമുക്ക് ഉണ്ടാകണമെങ്കിൽ, സമ്പൂർണ്ണമായിട്ട് ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ, ഇനി അതല്ല വിദ്യാഭ്യാസമാണോ ഇതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, പ്രതിവിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന ഒരു പശ്ചാത്തലം നമുക്ക് ഉണ്ടാകേണ്ടത്, അതിനാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത്. ഈ വിധത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ശാരീരികമായിട്ടുള്ള സ്വയം പര്യാപ്തത നമുക്കുണ്ടാവുക.
അപ്പൊ ശാരീരികമായിട്ട് സ്വയം പര്യാപ്തത എന്ന് വെച്ചാൽ ഒരു കല്ലെടുത്ത് തൂക്കി അപ്പുറത്ത് വെക്കാനുള്ള കഴിവോ മറ്റേ എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള രീതിയിലുള്ള ജോലികൾ ചെയ്യാനുള്ള കായശേഷിയോ ആസുരമായ കായശേഷിയോ ഒന്നുമല്ല. ശരീരത്തിന് സ്വയം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ശേഷിയാണ്. വെളിയിലുള്ളൊരു ഏജൻസി ഇല്ലാത്ത സ്വയം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള ശേഷിയാണ്. അതിനെയാണ് ശാരീരിക സ്വാശ്രയത്വം എന്ന് പറയുക. ശാരീരിക സ്വാശ്രയത്തിലൂടെ മാത്രമേ സാമൂഹികമോ വ്യവസ്ഥാപരമോ ആയിട്ടുള്ള സ്വാശ്രയത്വത്തിലേക്ക് നമുക്ക് നീങ്ങാനാകൂ എന്നത് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാശ്രയത്വം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുക. അതുമായി നമുക്ക് തുടർന്നുള്ള സ്വാശ്രയത്വ പാഠങ്ങളിലേക്ക് പോകാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.